അത് CPM BJPക്ക് വിടുപണി ചെയ്യുന്നതിന്റെ കാരണമാണ്. ഈ തരത്തിലുള്ള ഭീഷണിയൊന്നും ഈ തരത്തിലുള്ള വ്യക്തിദേഹത്വം ഞാൻ അങ്ങനെ വീഴുന്ന ആളല്ല. ശ്രീ ജിൻഡോ ജോൺ, ഇന്ന് ഈ ജാഥ ക്യാപ്റ്റൻ ശ്രീ VD സതീശൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ സർക്കാർ പരാജയപ്പെട്ടിടത്ത് UDF വന്നാൽ വിജയം കൊണ്ടുവരും എന്നുള്ളതാണ്. ഈ സർക്കാർ പരാജയപ്പെട്ട ഇടങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നില്ല എന്നും ഈ സർക്കാർ വിജയം കൊയ്തത് കഴിഞ്ഞ UDF പരാജയപ്പെട്ടിടത്താണ് എന്നുള്ളതാണ് LDFന്റെ വാദം. റാഷിദ്, ഞാൻ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ അവസാന റൗണ്ടിലേക്കായി. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് സതീഷിനോട്. താങ്കൾ എന്നെ സുഹൃത്തേന്നൊന്നും വിളിച്ചില്ലെങ്കിലും ഞാൻ പറയുമ്പോൾ അതിൽ ഇടപെട്ട് അലമ്പാക്കാൻ നോക്കരുതെന്നുള്ളൊരു യാതനയും ഒരു അഭ്യർത്ഥനയുമാണ്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മറുപടി പറയുമ്പോൾ സങ്കടം വന്നിട്ട് കാര്യമില്ല. ഒന്നാമത്തത് റാഷിദെ, ഞങ്ങൾ പരാജയപ്പെട്ടിടത്താണ് ഇവർ വന്നതെന്ന് പറയുന്നു. 10 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഉമ്മൻചാണ്ടിക്കാണ് കുറ്റം. ഒരു കാര്യം CPM-കാർ മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടി അല്ല കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, പിണറായി വിജയനാണ്. 10 വർഷം താളത്തിൽ വെച്ച് ജനങ്ങൾ കൊടുത്തു, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോഴും ഉമ്മൻചാണ്ടി കുറ്റം പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോഴും മൻമോഹൻ സിംഗിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇവരുടെ RSSന്റെ തനി പരിപാടിയാണ് കേരളത്തിൽ പിണറായി വിജയൻ നടപ്പാക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ റാഷിദ്, ഇന്ന് ഞങ്ങളുടെ ജാഥയുടെ സമാപനമായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്താണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. ഞങ്ങളുടെ ജാഥയിൽ ഈ കേരളത്തിലെമ്പാടും വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. LDFന്റെ നേതൃത്വത്തിൽ 3 മേഖലാ ജാഥകൾ നടത്തി. ആരെങ്കിലും അത് അറിഞ്ഞോ? എത്ര പേര് പങ്കെടുത്തു? കാലി കസേരകളെ സാക്ഷിയാക്കി നേതാക്കന്മാരുടെ ദീർഘ പ്രസംഗങ്ങളല്ലാതെ എന്തുണ്ടായി? ഇനി അതിനുശേഷം ഞങ്ങളുടെ ജാഥയിൽ ഇന്ന് ഉദ്ഘാടകനായി വന്ന രാഹുൽ ഗാന്ധി 5 പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തി. ഒന്ന്, സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. KSRTC-യിൽ സൗജന്യ യാത്ര. 24 കവചിത വാഹനങ്ങളുടെ അകമ്പടിയോടെ 1,10,00,000 ആഡംബര വാഹനം വാങ്ങുന്ന മുഖ്യമന്ത്രിയുള്ള കാലത്ത്, മുഖ്യമന്ത്രിയുടെ വണ്ടി പ്രേമത്തിന് പണം ചെലവഴിക്കുന്ന കാലത്ത് കേരളത്തിലെ സ്ത്രീകൾക്ക് ഞങ്ങൾ സൗജന്യ യാത്ര കൊടുക്കാൻ പോകുന്നു. ഞങ്ങളുടെ പ്രഖ്യാപനം. അത്തരത്തിലൊരു പ്രഖ്യാപനം ഇവരുടെ ജാഥയിൽ ഉയർന്നോ? ഇല്ല. ഇനി അടുത്ത് കോളേജ് വിദ്യാർത്ഥികൾക്ക്, പെൺകുട്ടികൾക്ക് ഞങ്ങൾ പ്രതിമാസം 1000 രൂപ വെച്ചിട്ട് സഹായം കൊടുക്കാൻ പോകുന്നു. ഇവർ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി വാങ്ങാൻ വേണ്ടിയിട്ട് എക്സാലോജിക് ഞാൻ പറയട്ടെ ഞങ്ങൾ ചെയ്തതുപോലെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ചൂണ്ടിക്കാണിക്കുക. ഞങ്ങൾ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും 1000 രൂപ വെച്ചിട്ട് ധനസഹായം കൊടുക്കാൻ പോകുമ്പോൾ ഇവർ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ഉറപ്പാക്കുന്ന തിരക്കിലായിരുന്നു. ഇനി അടുത്തത് ഞങ്ങൾ ക്ഷേമ പെൻഷൻ 3000 രൂപ വെച്ച് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന്. പ്രകടനപത്രിക പിന്നാലെ വന്നോളും. പ്രഖ്യാപിച്ചു. ഇവര് പണ്ട് പ്രഖ്യാപിച്ച 2500 ഇതുവരെ ഇവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഇനി കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ചെലവ് ചികിത്സാ ചെലവാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കാരുണ്യ ചികിത്സാ പദ്ധതിയും ഇൻഷുറൻസ് പദ്ധതിയും ഉണ്ടായിരുന്നു. നിരവധി അത്തരത്തിലുള്ള സാമൂഹിക സേവന പദ്ധതികൾ ഉണ്ടായിരുന്നു. അതെല്ലാം തകിടം മറിച്ച് ഇല്ലാതാക്കിയ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ UDFന്റെ ബദലാണ് 25 ലക്ഷം രൂപയുടെ ചികിത്സ ഇൻഷുറൻസ് പദ്ധതി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഞങ്ങൾ നടപ്പാക്കാൻ പോവുകയാണ്. ഇനി അടുത്തത്, ചെറുപ്പക്കാർക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പലിശരഹിത 5 ലക്ഷം ലോൺ കൊടുക്കുന്നു. ഇവിടെ P രാജീവ് സംരംഭങ്ങളുടെ എണ്ണം 3.25 ലക്ഷം പറഞ്ഞു. ആ സംരംഭങ്ങൾ ആര് തുടങ്ങിയെന്നോ എവിടെ തുടങ്ങിയെന്നോ ആർക്കും അറിയില്ല. P രാജീവ് തുടങ്ങിയ ഒരേ ഒരു സംരംഭം കളമശ്ശേരിയിലെ കൊച്ചി മെട്രോയുടെ താഴെയുള്ള ഒരു U-ടേൺ ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവന്ന ചുമന്ന കത്രിക. പിന്നെ വന്ന ഒരു സംരംഭം ഈ ശൈലജയുടെ കാലത്ത് നിക്ഷേപിച്ച കത്രിക കണ്ടെത്തുന്ന വീണ ജോർജിന്റെ സംരംഭം. പിന്നെ കണ്ട സംരംഭം എക്സാലോജിക് സൊല്യൂഷൻസ്. അതിനപ്പുറത്ത് ഒരു സംരംഭം നാളിതുവരെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായിട്ടില്ല. ഇനി ഞങ്ങൾ ഇവരുടെ പാർട്ടിയിൽ മുതിർന്ന നേതാക്കന്മാർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറയുന്ന നേതാക്കന്മാരെ ഇപ്പോഴും വലിയ പരന്ന വായനക്കാരായിട്ട് വാഴിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് ഒരു മന്ത്രാലയം തന്നെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഈ 5 പ്രഖ്യാപനങ്ങളും കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. ഇനി ഇതുവരെ അടി നടക്കാത്തതിനെ കുറിച്ചിട്ടാണ് സതീഷിന്റെ സങ്കടം. കോൺഗ്രസിലും UDFിലും അടി നടന്നിട്ടില്ല. പക്ഷെ ഇതുവരെ അടി നടന്നിട്ടുണ്ട്. പാലക്കാട് അടി നടന്നിട്ടുണ്ട്, ആലപ്പുഴയിൽ അടി നടന്നിട്ടുണ്ട്, ഇടുക്കിയിൽ അടി നടന്നിട്ടുണ്ട്, BJPയിൽ പോയിട്ടുണ്ട്. കുറെ പേര് പോകാൻ നിൽക്കുന്നു. കണ്ണൂര് രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തതിന്റെ പേരിൽ വലിയ കലാപം നടക്കുന്ന സാഹചര്യമുണ്ട്. അടുത്തത് താങ്കൾ പറഞ്ഞത് എന്താ? NPR നടപ്പാക്കി എന്ന്. PM ശ്രീ നടപ്പാക്കില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. അതുപോലെ ലേബർ കോഡ് നടപ്പാക്കില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ നടപ്പാക്കി ഒപ്പിട്ട് കൊടുത്തു. ഇനി ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂരിലെ വോട്ട് ചോരിയെ കുറിച്ചിട്ട് ഇതുവരെ പിണറായി വിജയന് സംസാരിക്കാൻ പറ്റിയോ? പറ്റിയില്ല. അത് CPM BJPക്ക് വിടുപണി ചെയ്യുന്നതിന്റെ കാരണമാണ്. ഇനി ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നാണ് നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു ഈ ഇടതുപക്ഷം വേണ്ട എന്ന്. നരേന്ദ്രമോദിയുടെ ഇടതുപക്ഷത്തിൽ തലവെച്ചിരിക്കുന്ന പിണറായി വിജയന്റെ ഇടതുപക്ഷം വേണ്ട. യഥാർത്ഥ ജനങ്ങളുടെ പക്ഷം ചേർന്ന് സമരം ചെയ്യുന്ന കോൺഗ്രസ് നയിക്കുന്ന UDF നയിക്കുന്ന പക്ഷം, അതാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് ജനങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു റിസൾട്ട് ഞങ്ങൾക്കുണ്ടായത്. ഇനി താങ്കൾ വർത്തമാനം പറഞ്ഞല്ലോ, കർണാടകയിൽ പോയി പിണറായി വിജയൻ പ്രസംഗിച്ചത് സിദ്ധാരാമയ്യ സർക്കാരിന്റെ പോലീസിന്റെ അകമ്പടിയില്ല. മധ്യപ്രദേശിൽ പോയി പ്രസംഗിക്കാൻ പറ്റാതെ തിരിച്ചോടി. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഈ ബംഗാളിലും
ത്രിപുരയിലും ഒക്കെ നിങ്ങളുടെ സഖാക്കന്മാർ പോയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ 33 കൊല്ലം മുമ്പുണ്ടായി കോൺഗ്രസ്സുകാർ എവിടെ പോയി എന്ന് ചോദിക്കുന്ന ഇപ്പോഴും ഞങ്ങളുടെ ചെറുപ്പക്കാർ അവിടെ പോളിംഗ് ബൂത്തിലുണ്ട്. നിങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ഓൺലൈൻ അപേക്ഷ കൊടുക്കുക, CPM-ന് വേണ്ടി പ്രവർത്തിക്കാൻ വരുമോ എന്ന് ചോദിച്ചാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിക്കുകയാണ് നിങ്ങൾ. ഞങ്ങൾക്ക് ഇപ്പോഴും ആളുകളുണ്ട്. ഞങ്ങളുടെ കൊടിയുടെ തണൽ പറ്റിക്കൊണ്ടാണ് നിങ്ങൾ ബൂത്തിൽ വരുന്നത്. റാഷിദ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അദ്ദേഹത്തിന് ഒരുപാട് സമയം തരണല്ലേ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. റാഷിദ ഒരു മിനിറ്റ് കൂടി അദ്ദേഹത്തിന് സമയം നിങ്ങൾ കൊടുക്കും. എനിക്ക് പൂർത്തിയാക്കാൻ സമയം തന്നെ റാഷിദെ. ഇതിലൊരു മര്യാദകളില്ലേ? ഞാൻ സംസാരിക്കട്ടെ, എനിക്ക് പൂർത്തിയാക്കാൻ സമയം തരൂ. ഇനി സജീഷ് 8:30 മുതൽ 8:45 വരെ 15 മിനിറ്റ് സജീഷ് മാത്രമാണ് അനുസ്യൂതം സംസാരിച്ചത്. 8:10 വരെ സജീഷ് സംസാരിച്ചത്. എനിക്കൊരു മിനിറ്റോടും മതി. 20 മിനിറ്റിലധികം ഈ ചർച്ചയിൽ 20-25 മിനിറ്റോളം ഇതിനകം സജീഷ് സംസാരിച്ചിട്ട് സമയം കിട്ടില്ല എന്ന് പറയാം. ഒരു മിനിറ്റ് കൂടി ജിൻഡോ പൂർത്തിയാച്ചോട്ടെ. ജിൻഡോ വേഗത്തിൽ ഒരു മിനിറ്റ് ജിൻഡോ വേഗത്തിൽ. റാഷിദ, എനിക്ക് ഒരു മിനിറ്റ് കൂടി. റാഷിദ, ഞാൻ പറയുന്നത് മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോ ഈ സജീഷ് പറയുന്നത് CPM-ന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന്. അത് തന്നെയാണ് സജീഷ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒന്നും ചെയ്യാതെ 1.25 കോടി രൂപ മാസപ്പടി വാങ്ങി, 1 കോടി രൂപ കടം വാങ്ങി ഇത് എന്തിന്റെ പേരിലാണ് ചെയ്തതെന്ന് ഇതുവരെ നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്തത് കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 1.5 ലക്ഷം കോടിയാണ് കേരളത്തിന്റെ പൊതുകടമെങ്കിൽ കേരളം ഉണ്ടായ കാലം മുഴുവൻ ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുന്നതുവരെ 1.5 ലക്ഷം കോടിയാണെങ്കിൽ ഇന്ന് 6 ലക്ഷം കോടിയാണ്. നിങ്ങൾ കടമെടുത്താണ് ഇത് മുഴുവൻ ചെയ്തത്. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഇനി കല്ലിടുന്നതിന്റെ കഥ കൂടി പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. 3 വർഷം മുമ്പ് 3 ഏക്കർ സ്ഥലത്ത് മാവൂര് നിങ്ങൾ ലൈഫ് മിഷന്റെ കല്ലിട്ടു. എന്തെങ്കിലും നടപ്പാക്കിയോ? വടക്കാഞ്ചേരിയിൽ നിങ്ങൾ കല്ലിട്ട് പില്ലർ വാർത്ത് ബീം പണിതു. അവിടെ ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് പണിയാൻ പറ്റിയോ? നിങ്ങൾ തൊടുപുഴയിൽ ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് കെട്ടി കരിമണ്ണൂര് പൊട്ടിച്ചോർന്നൊലിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കല്ലിട്ടതും നിങ്ങൾ പണിതതിനെ കുറിച്ചൊന്നും നിങ്ങൾ അധികം പറയണ്ട. നിങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതി എന്ന് പറഞ്ഞാൽ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ മറവിൽ മാസപ്പടി വാങ്ങുന്ന പദ്ധതിയല്ലാതെ കേരളത്തിലെ സാധാരണക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സർക്കാരിന്റെ പ്രവൃത്തിയെ ഒരു പാർട്ടിയുടെ പ്രവൃത്തിയോട് താരതമ്യം ചെയ്യുന്നതിലുള്ള ഒരു യുക്തി പ്രശ്നമുണ്ട് എങ്കിൽ തന്നെയും കോൺഗ്രസ് പറഞ്ഞിട്ട് അത് ഇതുവരെ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. നാളെ പൂർത്തീകരിക്കുമെന്ന് എനിക്ക് അറിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ വരാം ജിൻഡോയിലേക്ക്. ഞാൻ അവസാനം ഒരു മിനിറ്റ് സജീഷിന് തരും. അതിന് മുമ്പ് 2 മിനിറ്റ് ശ്രീ NP ചേക്കുട്ടി, താങ്കൾക്കെതിരെ ചില പരാതികൾ കൂടി സജീഷ് ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട. അതായത് ജിൻഡോ പറഞ്ഞതിന് സജീഷ് 8 മണി മുതൽ 8:10 വരെ 8:30 മുതൽ 8:45 വരെ താങ്കളാണ് ഈ ചർച്ചയിൽ സംസാരിച്ചത്. ഇനി എന്താണ് പരാതി താങ്കൾക്ക്? താങ്കൾ അവസാനിപ്പിച്ചോളൂ ചർച്ച. എന്താണ് പരാതി? എന്താണ് പരാതി? ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് സംസാരിച്ച താങ്കൾക്ക് ഇനി എന്താണ് പരാതി? ഈ ചർച്ചയുടെ റൗണ്ട് പ്രകാരമുള്ള ഒരു മര്യാദയിലേക്ക് അദ്ദേഹത്തിലേക്ക് പോകണ്ടേ? അദ്ദേഹത്തിനെതിരെ താങ്കൾ ആക്ഷേപം ഉന്നയിച്ചില്ലേ? എന്തിനാണ് ബഹളം വയ്ക്കുന്നത് സജീഷ്? വളരെ കാമായിരുന്നാൽ അവസാനം ഒരു മിനിറ്റ് താങ്കൾക്ക് കിട്ടില്ലേ? ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ അജണ്ടയിൽ നിന്ന് തരേണ്ടി വരുന്നതാണ്. എന്റെ പൊന്നു സജീഷ്, താങ്കളെ ജനം കാണുന്നുണ്ട്, താങ്കളെ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇത്ര ദയനീയമായി സംസാരിക്കരുത്. ജനങ്ങൾ തീരുമാനിച്ചു കേരളത്തിൽ 110-ലധികം സീറ്റിൽ സജീഷിനെ ഈ ചർച്ച വളരെ നല്ല രീതിയിൽ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കും പോവുകയാണ്. താങ്കൾ വെറുതെ അലമ്പാക്കാണ്ടിരിക്കോ? ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് സംസാരിച്ച വ്യക്തി എന്ന നിലയ്ക്ക് താങ്കൾ അതിനോടൊരു മര്യാദ കാണിക്കും. സമയമെടുത്ത് സംസാരിച്ച വ്യക്തി എന്ന നിലയ്ക്ക് അതിനോടൊരു മര്യാദ കാണിക്കും. ബാക്കിയുള്ള മനുഷ്യർ കൂടി ഇവിടെ ഇല്ലേ? അവർക്ക് 1 മിനിറ്റെങ്കിലും കൊടുക്കട്ടെ സജീഷ്. ഒരാളെ കൂടി നിരീക്ഷകൻ എന്ന് പറഞ്ഞിരുത്തണമായിരുന്നു. അത് നിങ്ങളുടെ വിയോജിപ്പ്. ആ വിയോജിപ്പിനുള്ള മറുപടി അയാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം CPM അനുവദിക്കുന്നില്ലേ? നിങ്ങൾ നടത്തിയ വിമർശനത്തിനുള്ള മറുപടി പറയാൻ അയാൾക്ക് സ്വാതന്ത്ര്യം CPM കേരളത്തിൽ അനുവദിച്ചു കൊടുക്കുന്നില്ലേ? അയാളൊന്ന് കേൾക്കൂ, എന്താണ് പ്രശ്നം? അദ്ദേഹത്തെ ഒന്ന് കേൾക്കൂ, എന്തിനാണ് ഇത്ര പ്രശ്നം? വേണമെങ്കിൽ 1/2 മണിക്കൂർ കൊടുക്കണം. ഞാൻ 1 മിനിറ്റ് സജീഷിനെ തരും. സമയം കളയാണ്ടിരിക്കും. ശ്രീ NP ചേക്കുട്ടി 1 മിനിറ്റ് താങ്കൾ പറയൂ. കേൾക്കൂ. ശ്രീ NP ചേക്കുട്ടി താങ്കൾ പറയൂ. 1 മിനിറ്റ് അവസാനം സജീഷിനെ തരും. അദ്ദേഹം അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. അദ്ദേഹം അവിടെ കിടന്ന് ബഹളം വെക്കുക. എനിക്ക് സംസാരിക്കാൻ ഞാനിങ്ങനെ ഒരു വലിയൊരു അദ്ദേഹം തന്നെ സംസാരിച്ചോട്ടെ. കാരണം അദ്ദേഹത്തിന് ഈ നാട്ടിലെ ഒരാഴ്ച ഒരു കാര്യം പറയാൻ ഒരു അവസരം നൽകില്ല. ഈ നാട്ടിലെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സ്പേസും ആർക്കും കൊടുക്കില്ല. ഈ നാട്ടിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ ഗളഹസ്തം ചെയ്ത് കളയും എന്ന മട്ടിലൊരു നിലപാട് അവർ നിരന്തരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആ നിലപാടുണ്ടല്ലോ, അത് അംഗീകരിച്ചു കൊടുക്കാൻ ഇവിടെ ആളെ കിട്ടില്ല. അവരെത്രയോ ആളുകൾ ഈ തരത്തിൽ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഈ തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ട് ഇരുത്തിക്കളയാം എന്ന് വിചാരിക്കുന്നുണ്ട്. താൻ അവിടെ ഇരിക്കേണ്ടി വരും കേട്ടോ. തനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഈ തരത്തിലുള്ള ഭീഷണിയൊന്നും ഈ തരത്തിലുള്ള വ്യക്തിദേഹത്യം കൊണ്ട് ഞാൻ അങ്ങനെ വീഴുന്ന ആളല്ല. മര്യാദയ്ക്ക് ഇരിക്കുന്നതാണ് നിൽക്കും നല്ലത്. നിങ്ങൾ എന്താ വിചാരിച്ചു? വളരെ വിനയപൂർവ്വം സജീഷിനോട് ചോദിക്കട്ടെ. ഒരൊറ്റ മിനിറ്റ്. വളരെ
വളരെ വിനയപൂർവ്വം സജീഷിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. CPM-നോട് 4 അക്ഷരം എതിർത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നിരീക്ഷകന് കേരളത്തിൽ അഭിപ്രായം പറയാൻ പാടില്ലേ? നിങ്ങൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഇവിടെ ചർച്ചയിൽ വന്നിരിക്കുന്ന ആൾ CPM-നെ എതിർത്തുകൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ അയാളെ ലേബൽ ചെയ്യുകയോ ചാപ്പ് കുത്തുകയോ ചെയ്യുകയോ അയാളെ മിണ്ടാൻ അനുവദിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അയാൾ പറയും മുമ്പേ എനിക്ക് പറയണം എന്ന് വാശി പിടിക്കുകയോ ചെയ്യുന്നതാണോ നിങ്ങളുടെ ജനാധിപത്യം? 1 മിനിറ്റ് അയാൾ സംസാരിച്ചാൽ അത് കേട്ടു എന്ന് വെച്ച് സജീഷിന് എന്താണ് കുഴപ്പം? ഞാൻ 1 മിനിറ്റ് സമയം സജീഷിന് അവസാനം തരാം എന്ന് പറയുന്നതിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്താണ് പ്രശ്നം? സജീഷ് എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? 1 മിനിറ്റ് താങ്കൾക്ക് മറുപടി പറയാം. ഇതുവരെ തന്നിട്ടില്ല സുഹൃത്തെ. എന്റെ പൊന്നു സജീഷ്, ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് താങ്കളാണ്. ഇവർ രണ്ടാളും പറഞ്ഞു വെച്ച് കൺക്ലൂഡ് മനോരമയാണിത്. എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ടല്ല ചർച്ചയ്ക്ക് വരുന്നത്. ഇത് റാഷിദിന്റെ ചർച്ചയാണ്, മനോരമയുടെ ഫ്ലോർ ആണ്. ഇവിടെ അവസാനം നിങ്ങൾ ജനം കാണുന്നുണ്ട് ശ്രീ എസ് കെ സജീഷ്, ജനങ്ങൾ കാണുന്നുണ്ട്. ഇത് കാണുന്ന പ്രേക്ഷകരെ പരിഹസിക്കരുത്. ജിൻഡോ പറഞ്ഞ പച്ച കള്ളത്തിന് അവരുടെ യുക്തിയെ ഇങ്ങനെ ചോദ്യം ചെയ്യരുത്. ഞാൻ എന്താണ് വെച്ചിരിക്കുന്നു. ഒരു ചർച്ചയുടെ ബഹുഭൂരിപക്ഷം സമയം സംസാരിച്ചിട്ട് തോന്നിവാസം മുഴുവൻ പറഞ്ഞിട്ട് അതിന് മറുപടി പറഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ. 30 സെക്കൻഡ് സജീഷ്, 30 സെക്കൻഡ് കൂടി. എനിക്ക് ഈ ചർച്ചയ്ക്ക് ഒരു നിശ്ചിത സമയമുണ്ട്. ഞാനത് തരാൻ ഉദ്ദേശിച്ചതാണ്. നിങ്ങൾ ഈ വിധത്തിലാക്കിയത് സജീഷാണ്. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് 30 സെക്കൻഡ് കൂടെ സജീഷിന് സംസാരിക്കാം. എനിക്ക് നിർബന്ധമില്ല, ഇങ്ങനെ അവസാനിപ്പിച്ചോളൂ, കുഴപ്പമില്ല. നമ്മൾ അനുഭവിക്കുന്നതാണ് സ്ഥിരമായിട്ട്. ശരി, ഈ ചർച്ച വളരെ നിഷ്പക്ഷമായി കാണുന്ന പ്രേക്ഷകരുണ്ട്, അവർ ഇത് വിലയിരുത്തട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശ്രീ എസ് കെ സജീഷ്, താങ്കളാണ് ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എന്നുകൂടി ഞാൻ വളരെ വിനയപൂർവ്വം താങ്കൾ വളരെയധികം നന്ദി. ശ്രീ എസ് കെ സജീഷ്, ശ്രീ ജിൻഡോ ജോൺ, ശ്രീ NP ചേക്കുട്ടി.